ഹലോ ഗൈസ്, ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തിൽ വിജയിച്ച നിരവധി പേർ സ്വീകരിച്ച ഒരു പാതയുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ള മനോഭാവം. ഐ ആം മെൻ്റലിസ്റ്റ് റംഷീന ഹുസൈൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, യുവർ പേഴ്സണൽ ട്യൂട്ടർ. ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എത്ര വലിയ വിജയം നേടിയാലും സന്തോഷം കണ്ടെത്താൻ ഈ ശീലം അനിവാര്യമാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി പറയുക. എന്നാൽ കേവലം ഒരു താങ്ക് യു മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ആറ്റിറ്റ്യൂഡും ഒരു ജീവിത ശൈലിയുമാണ്. നന്ദിയോടെ ജീവിക്കുന്നവർക്ക് കംപ്ലൈൻറ്റ്സ് കുറയും, അപ്രിസിയേഷൻ കൂടും. അവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും വിലപ്പെട്ടതായി തോന്നും. ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡുള്ളവർ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, ഇതെങ്ങനെ എന്നെ ശക്തനാക്കും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. നന്ദി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ലൈഫ് കാമാവും, സ്ട്രെസ്സ് കുറയും, കോൺഫിഡൻസ് കൂടി വരും. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ജീവിതത്തെ പോസിറ്റീവായി കാണാനുള്ള കണ്ണുകൾ അതിമനോഹരമായി തുറക്കപ്പെടും. നന്ദിയോടെ ജീവിക്കുന്നവർക്ക് ബന്ധങ്ങളും ജോലിയുമെല്ലാം സമ്പൂർണവും സമ്പന്നവുമായിരിക്കും. നമ്മുടെ ജീവിതത്തിന് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണുള്ളത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാവണം. ഒന്ന്, നമ്മൾ തന്നെയാണ് നമ്മുടെ വിജയത്തിനുള്ള പ്രധാന കാരണം. ഇമ്മീഡിയറ്റ്ലി കോസ്റ്റ് അഥവാ കഠിന പ്രയത്നം, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അതുപോലെ തന്നെ നമ്മൾ സ്വയം നന്ദിയുള്ളവരായിരിക്കുക. രണ്ടാമത്തെ ഫാക്ടേഴ്സ് എന്നാൽ നമ്മുടെ പാരൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നിങ്ങനെ പലരും നമ്മുടെ വിജയത്തിൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മെ വിജയത്തിലേക്ക് നയിച്ചവരെയും ഓർക്കാനും നന്ദി പറയാനും നമ്മൾ അവസരം കണ്ടെത്തണം. മൂന്നാമത്തെ ഫാക്ടേഴ്സ് എന്നാൽ അതൊരു അൾട്ടിമേറ്റ് കോസ്റ്റാണ്. മറ്റുള്ളവരോട് സംസാരിക്കാൻ സഹായിക്കുന്ന, നമ്മെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ് മൂന്നാമത്തെ ഫാക്ടേഴ്സ്. അതിനോടും നമുക്ക് നന്ദി ഉണ്ടാവണം. നമ്മുടെ വിജയങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം പോലെയാണ്. നന്ദിയോടെ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ അവസരങ്ങൾ കാണാനും കണ്ടുപിടിക്കാനും കഴിവും. നമ്മുടെ ബ്രെയിൻ റെഗുലേറ്ററി ആക്റ്റീവ് സിസ്റ്റം ഗ്രാറ്റിറ്റ്യൂഡിൽ ആക്റ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനുള്ള കഴിവ് വർദ്ധിക്കും. സാധാരണ നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും നന്ദിയോടെ കാണുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു അബാൻഡൻസ് മൈൻഡ് സെറ്റ് വളർത്താം. എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് പലതും കിട്ടിയിട്ടുണ്ട്, കൂടുതൽ ലഭിക്കുകയും ചെയ്യും എന്നൊരു വിശ്വാസമുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമ്മിൽ ഗ്രോത്തിനെ ആക്ച്വലി അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഫെയിലേഴ്സിന് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ലേണിങ്ങും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. അവരുടെ തോൽവികൾ ലൈഫ് ലെസൺസ് പോലെയായിരിക്കും. അതിലൂടെ മികച്ച വിജയത്തിന് കൂടുതൽ ശക്തി നൽകാനും കഴിയും. അതിനാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു സിമ്പിൾ ഫേസ് അല്ല, അത് ഒരു സക്സസിൻ്റെ കീ ഹോൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വലിയ സ്റ്റെപ്സ് ഒന്നും വേണമെന്നില്ല. ചെറിയ കാര്യത്തിൽ തന്നെ കൺസിസ്റ്റൻ്റ് വരുമ്പോൾ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ജീവിതത്തിൽ ദിവസവും നമ്മൾ 5 മിനിറ്റ് ബാക്കി വെച്ച് നന്ദി പറയേണ്ട കാര്യങ്ങൾ എഴുതുക. ഇതിൽ നമ്മിലേക്ക് വന്നു ചേർന്ന നല്ല കാര്യങ്ങൾ ചേർക്കാം. നെക്സ്റ്റ്, വിഷൻ ബോർഡ്. നമ്മുടെ ഗോൾ പിക്ചറാക്കി വിഷനാക്കി മാറ്റുക. നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നന്ദി പറയുക. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി 3 ഗുഡ് തിങ്സ് എക്സസൈസാണ്. ദിവസവും രാത്രി ഇന്ന് സംഭവിച്ച പോസിറ്റീവ് സംഭവങ്ങൾ എഴുതുക. ഇത് നമ്മുടെ ബ്രെയിനിലെ നെഗറ്റിവിറ്റിയെ സ്ലോലി പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ അഫർമേഷൻ. ചെറിയ അനുഭവങ്ങൾക്കെല്ലാം നന്ദി പറയുക. പ്രസൻറ്റ് മൊമെൻറ്റ് അപ്രിസിയേഷൻ ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ മീനിങ് തോന്നും. ഇങ്ങനെയുള്ള ചെറിയ പ്രാക്ടീസുകൾ കൺസിസ്റ്റൻ്റായി ചെയ്യുമ്പോൾ ബ്രെയിൻ റീവയറിംഗ് നടക്കും. പതിയെ നമ്മുടെ ബ്രെയിൻ പോസിറ്റീവ് ഫിൽട്ടർ ഡെവലപ്പ് ചെയ്യും. സ്ട്രെസ്സ് കുറയും, സന്തോഷം, കാം, കോൺഫിഡൻസ് എല്ലാം വളരാൻ സഹായിക്കും. അതുപോലെ സക്സസ് മാത്രമല്ല, ഫിസിക്കലി മെൻ്റലി എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിന് വരുന്നോ എന്ന് കാണാം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ബ്രെയിനിന് ഒരു മെഡിസിൻ പോലെയാണ്. സ്ട്രെസ്, ആൻസൈറ്റി പോലെയുള്ള മാനസിക ഭാരം കുറയ്ക്കാൻ വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നന്ദിയുള്ള മനസ്സ് വളർത്തുന്നതിലൂടെ നമ്മുടെ മനോഭാവം കൂടുതൽ കാം, പോസിറ്റീവ് ആവും. ശാസ്ത്രം പറയുന്നു, നന്ദിയുടെ മനസ്സ് വളർത്തിയെടുക്കുന്നത് സ്ട്രെസ് ഹോർമോൺ കുറയുകയും സന്തോഷത്തിൻ്റെ ഹോർമോൺ
സന്തോഷം നൽകുന്ന ഡോപ്പമിൻ ഹോർമോൺ കൂട്ടുകയും ചെയ്യുന്നു എന്നതാണ്. അതുപോലെ നന്ദി പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഇമോഷണൽ ബാലൻസ് കിട്ടും. സൈക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റുകൾ ഗ്രാറ്റിറ്റ്യൂഡ് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ക്യാൻസറിൻ്റെ തീവ്രത വരെ കുറയുന്നു എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3 നല്ല കാര്യങ്ങൾ എഴുതുക. ചെറിയ കാര്യങ്ങളായി നിങ്ങൾക്ക് തോന്നാമെങ്കിലും നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് അത് മാറും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും വലിയ തോതിൽ മാറ്റം വരുത്തുന്നു. നന്ദിയോടെ ജീവിക്കുന്നവർക്ക് പല പോസിറ്റീവ് മാറ്റങ്ങളും ശരീരത്തിൽ ഉണ്ടാവുമെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമതായി ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടും. ശരീരം രോഗങ്ങൾക്കെതിരെ പോരാടാൻ കൂടുതൽ ശക്തമാകും. അതിലൂടെ ബ്ലഡ് പ്രഷർ ബാലൻസ് ആവും. സ്ലീപ്പ് ക്വാളിറ്റി വരും. പ്രതിദിനം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. കൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം, എനർജി ബോണ്ട്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം എല്ലാം തന്നെ നന്ദിയോടെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മെച്ചപ്പെടും. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആക്റ്റ് അല്ല, അവരുടെ ലൈഫ് സ്റ്റൈലാണ്. എല്ലാ വിജയവും നമുക്ക് സന്തോഷം നൽകില്ല, എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുക. കൂടുതൽ ഉയർച്ചയിലെത്താനും വിജയം നേടാനും നമുക്ക് പ്രയോജനമാകും. അതുകൊണ്ട് തന്നെ ഇത് ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കുന്നവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാം. താങ്ക് യു.